If the audience doesn't mind, ഞാൻ ഇംഗ്ലീഷ് മലയാളം മിക്സ് ചെയ്തായിരിക്കും സംസാരിക്കുന്നത്. I'm not so comfortable with ശുദ്ധ മലയാളം. Since morning I've been learning a lot of words in മലയാളം ഇവിടെ ഇരുന്ന്. So anyway, I hope that is all right. അപ്പം എൻ്റെ പേര് രോഹിത് ഫിലിപ്പ് എന്നാണ്. ഞാൻ കേരള മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യത്തിനെയാണ് ഇവിടെ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പം KDISCിൻ്റെ അകത്തൊരു പ്രോഗ്രാമാണ്, വളരെ ഹൈലി പ്രയോറിറ്റൈസ്ഡ് ഒരു പ്രോഗ്രാമാണ്. ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്ന് മോണിറ്റർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൂടാതെ തന്നെ KDISCിലുള്ള പ്രോഗ്രാംസും പലതും ഡിസബിലിറ്റിക്ക് വേണ്ടിയും ഡിസബിലിറ്റി ഇൻക്ലൂഷന് വേണ്ടി റൺ ചെയ്യുന്ന കുറേ പ്രോഗ്രാംസ് ഉണ്ട്. അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തും നമ്മൾ ഒരുമിച്ച് എങ്ങനെയാണ് ഈ ഇക്കോസിസ്റ്റമിനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നോക്കുന്നത്. So I'll give a quick introduction to KMTC, then dive into assistive technology. KMTC ഒരു എയിം വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. കേരളത്തിനെ 2032 ഇന്ത്യയുടെ ടോപ്പ് മെഡിക്കൽ ഡിവൈസസ് ഇന്നോവേഷൻ ഹബ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ KMTC എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയേക്കുന്നത്. മെഡിക്കൽ ഡിവൈസസ് വളരെ കോംപ്ലക്സും വളരെ റിസർച്ച് ഇൻറ്റൻസീവും നോളജ് ഇൻറ്റൻസീവ് ഒരു ഫീൽഡാണ്. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഒരു ഇൻഡസ്ട്രിയോ ജസ്റ്റ് ഒരു റിസർച്ച് വന്നിട്ട് അവർക്ക് നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതിനൊരു ഈക്കോസിസ്റ്റം വേണം. ഈ നമ്മുടെ സയൻസും അതിൻ്റെ റിസർച്ചും എല്ലാം പറയുന്നത് ഒരു ഈക്കോസിസ്റ്റം ഇല്ലാതെ മെഡിക്കൽ ഡിവൈസസിൽ ഇന്നോവേഷൻ നടക്കത്തില്ല. ആൻഡ് കേരളത്തിന് which has one of the best healthcare systems, we have one of the best societies, progressive societies in India. Nammade health indices, nammade social indices are one of the best in this country. Adu almost western countries aayittu match cheyan pattunna pala indices aanu nammade ee cheriya state ne India ile ippam vare achieve cheyan pattiyekana. So in the context of that, there are the medical devices industry oru apt field aanu for Kerala to push as a priority. അപ്പോൾ അതാണ് KMTC ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇത് തുടങ്ങിയപ്പം നമ്മൾ നോക്കിയപ്പം കേരളത്തിന് അത്രയും റിസോഴ്സസ് ഇല്ല. പലയിടത്തും പല ആവശ്യങ്ങളായിട്ട് പല റിസോഴ്സസും ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ റിസോഴ്സിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എന്താണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കിയപ്പം സ്റ്റഡി ചെയ്തപ്പം വാട്ട് വി റിയലൈസ്ഡ് ഇസ് ദാറ്റ് ഈ മെഡിക്കൽ ഡിവൈസസ് എന്ന് പറഞ്ഞ ഫീൽഡും വലിയൊരു ഫീൽഡാണ്. There are almost 2 million different medical devices in the world. അപ്പോൾ ഈ 2 million ഡിവൈസസിൽ കേരളത്തിന് കമ്പീറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്, ടഫാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ സ്റ്റഡി ചെയ്ത് വന്നപ്പം മെഡിക്കൽ റബ്ബർ എന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലൗസ് മുതൽ കത്തീറ്റേഴ്സ് മുതൽ സ്റ്റോപ്പേഴ്സ്, ട്യൂബിങ്സ്, കണക്ടേഴ്സ് എന്ന് പറഞ്ഞ പല ഡിവൈസസ് നാച്ചുറൽ റബ്ബർ കൊണ്ടുണ്ടാക്കുന്ന ഡിവൈസസ് ആണ്. അതിനകത്ത് കേരളത്തിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പല ടോപ്പ് കമ്പനീസിലും ഇന്ത്യയിൽ ഇപ്പം കേരളത്തിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്, മാനുഫാക്ചർ ചെയ്യുന്നതും അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും ഇവിടെയാണ്. അപ്പം നാച്ചുറലി ദാറ്റ് ബിക്കെയിം വൺ ഫോക്കസ് ഏരിയ. അത് കൂടാതെ നമ്മുടെ ഈ ലോങ് ലെഗസി ഇൻ ഇലക്ട്രോണിക്സ് ഹാസ് ഓൾസോ ലെഡ് അസ് ടു ബി സംവാട്ട് ലീഡേഴ്സ് ഇൻ മെഡിക്കൽ ഇലക്ട്രോണിക്സ്. MRI, CT സ്കാൻ, അങ്ങനെ പല മെഷീൻസും നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ആണ് വലിയ ബ്രാൻഡ്സിനൊക്കെ ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ മെഡിക്കൽ ഇലക്ട്രോണിക്സ് ഒരു സെക്കൻഡ് ഫോക്കസ് ഏരിയ ആയി. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടീമായിട്ട് ഇരുന്ന് ആലോചിച്ചപ്പം ദ നീഡ് ഓഫ് ദ അവർ ഇസ് അസിസ്റ്റീവ് ടെക്നോളജി. ആൻഡ് ദ സ്റ്റേറ്റ് ഓൾസോ ഹാസ് എവറി ഫാക്ടർ വിച്ച് ക്യാൻ ഡ്രൈവ് അസിസ്റ്റീവ് ടെക്നോളജി ഇന്നോവേഷൻ. നമുക്കിവിടെ ഒരു വളരെ അവെയർ നോളജബിൾ ഒരു സൊസൈറ്റി ഉണ്ട്, അവരുടെ റൈറ്റ്സ് അറിയുന്ന ഒരു സൊസൈറ്റി ഉണ്ട്, പല സോഷ്യൽ ഗ്രൂപ്പ്സും NGOs ഉണ്ട്, സൂരജിൻ്റെ പ്രജാഹിത പോലെ പല ഫൗണ്ടേഷൻസ് ഉണ്ട് ഹു ആർ ഡൂയിങ് സം ഗ്രേറ്റ് വർക്ക് ഇൻ ഡിസബിലിറ്റി. അത് കൂടാതെ 10 സൂപ്പർ സ്പെഷ്യലൈസ്ഡ് ഡിസബിലിറ്റിയിൽ റിസർച്ച് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ. നിഷ്, നിപ്മർ, ഐക്കോൺസ്, ഇംഹാൻസ്, അങ്ങനെ നമുക്ക് പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലിസ്റ്റ് ചെയ്ത് we can see that in almost every area of disability there is a specialized institution in Kerala doing research. Adu koodade there are some companies, some startups and some companies doing some manufacturing in Kerala. So in this context KMTC നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ ഇന്നോവേഷൻ്റെ ഒരു ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്, ഇതിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. So KMTC wants to act as that supporting pillar for anybody who has an idea, who wants to solve a problem for those with disability,
നമുക്ക് പല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. തുടങ്ങുമ്പം തന്നെ നമുക്ക് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, അതിനെ പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യാൻ, കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷണൽസ്, എക്സ്പേർട്സിനെ കൺസൾട്ടേഷൻസ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ ഏർലി സ്റ്റേജിലുള്ള ഫണ്ട്സ് കണ്ടെത്താൻ പറ്റും. കേസം സ്റ്റേറ്റിൻ്റെ വേറെ ഫണ്ട്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ വെളിയിൽ നാഷണൽ ഫണ്ട്സ് ആണെങ്കിൽ അതൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് കൂടാതെ ഇത് കഴിഞ്ഞിട്ട് യൂസേഴ്സിനെ പോയി മീറ്റ് ചെയ്യാനും അവരുടെ കൂടെ ട്രയൽസ് നടത്താനും അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എടുക്കാനും, all of these things we have somewhat of a network that we can help you connect to and do. So what we think is assistive technology is a prime area. നമ്മുടെ കെൽട്രോൺ ഓൾറെഡി ശ്രാവൺ എന്ന് പറഞ്ഞ ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ടാക്കുന്നുണ്ട്, and they are some of the cheapest hearing aids and some of the only hearing aids who have those features in their price range. അവരെയും നമ്മൾ ഗൈഡ് ചെയ്യുവാണ്, ഹൗ ക്യാൻ ദേ സ്റ്റെപ്പ് ഔട്ട് ഇൻ ടു ദ റെസ്റ്റ് ഓഫ് ദ മാർക്കറ്റ് ഇൻ ഇന്ത്യ ഓർ ഈവൻ എക്സ്പോർട്ട് അബ്രോഡ്. ഇപ്പം റീസെൻ്റ്ലി couple of distributors from the Middle East have come, asked them how they can take this product abroad. So അങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് അസിസ്റ്റീവ് ടെക്നോളജി. പോയിന്റ് നമ്പർ 2 that I want to make, ഇതിനെ ഇപ്പം നമ്മളൊരു ചാരിറ്റി ബേസിസിലാണ് കാണുന്നത്. ഒരു ഡിസേബിൾഡ് ആളിന് എന്തെങ്കിലും ഒരു ഡിവൈസ് വേണമെങ്കിൽ ആരെങ്കിലും അതിൻ്റെ പൈസ കണ്ടെത്തി അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്തിട്ട് അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം. സോ ദാറ്റ് കൈൻഡ് ഓഫ് എ മൈൻഡ് സെറ്റ് വിൽ നോട്ട് വർക്ക് ഫോർ മെഡിക്കൽ ഡിവൈസസ്. ഇപ്പം നമ്മളിതിനെ എല്ലാ ഫൗണ്ടേഴ്സിനെ മീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഗൈഡ് ചെയ്യുന്നതും മെൻറ്റർ ചെയ്യുന്നതും ഇതിനെ ഒരു ബിസിനസ് ആക്കി മാറ്റണം. ബിസിനസ് ആക്കി മാറ്റുമ്പം a lot of other factors come into play where you are looking at profits, you are looking at these problems better. അല്ലെങ്കിൽ നമ്മളൊരു ഡൊണേഷൻ അല്ലെങ്കിൽ ചാരിറ്റിയിൽ നിന്ന് കിട്ടുന്ന പൈസ നമ്മളത് ചിലപ്പം ഇൻഎഫിഷ്യൻ്റ്ലി യൂസ് ചെയ്ത് വേസ്റ്റ് ചെയ്യുമായിരിക്കും. സോ ദാറ്റ് ഈസ് വൺ മൈൻഡ് സെറ്റ് ദാറ്റ് വി നീഡ് ടു ഹാവ്. ഹൗ ഡു ഐ മേക്ക് ദിസ് എ ബിസിനസ്? Second thing, we want to see more entrepreneurs with disability to come into this field. ഇപ്പം ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്കാണ് ബെസ്റ്റായിട്ട് അവരുടെ പ്രോബ്ലംസ് അറിയാൻ പറ്റുന്നത്. അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇഫ് വി ക്യാൻ ഗിവ് ദം ദി റിക്വയർഡ് സപ്പോർട്ട്, ദി ഇക്കോസിസ്റ്റം, ദ കണക്ട്സ്, ദ ഫെസിലിറ്റീസ്, അവരുടെ തന്നെ ഒരു ബിസിനസ് ഉണ്ടാക്കി ആ അസിസ്റ്റീവ് ടെക്നോളജി ഉണ്ടാക്കി അവർക്കത് മാർക്കറ്റിൽ കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ, that is also something that we are trying to prioritize. So also would like to discuss about PATH, which probably Suraj will talk more. We are trying to create an alliance with all the research institutions, including IIT Palakkad, with Prajahita Foundation, also the Social Justice Department. We have entities like the Welfare Corporation, which know exactly what products are required. അപ്പോൾ അവരുടെ റിക്വയർമെൻറ്റ്സ് എടുത്ത് നമുക്ക് എന്തുകൊണ്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാക്കി കേരളത്തിൽ തന്നെ ആ ഡിവൈസസ് ഒരു ബിസിനസ് മോഡൽ മാനുഫാക്ചർ ചെയ്യാൻ പറ്റത്തില്ല. ആക്ച്വലി ദാറ്റ് ഈസ് വാട്ട് പാത്ത് ഇസ് ഓൾ അബൌട്ട്, ആൻഡ് മേ ബി സൂരജ് വിൽ ടോക്ക് അബൌട്ട് ദാറ്റ് മോർ. സോ വിത്ത് ദാറ്റ് ഐ വിൽ ജസ്റ്റ് ഹാൻഡ് ഓവർ ദ മൈക്ക് ബാക്ക് ടു ഡോക്ടർ അബ്ബാസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ഏറെ കാര്യങ്ങൾ ഇനിയും അദ്ദേഹത്തിന് പറയാനുണ്ടാവും. സമയം മാനിച്ചാണ് അദ്ദേഹം മൈക്ക് തിരിച്ചു തന്നതെന്ന് തോന്നുന്നു. പൊതു ചർച്ചയിൽ നമുക്ക് നിങ്ങൾ ചില കാര്യങ്ങളെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ഫോക്കസ് ചെയ്ത ചില കാര്യങ്ങൾ. തുടർന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ഗിരീഷ് കാർത്തി. ഏതെങ്കിലും തരത്തിൽ ഡിസബിലിറ്റി ഉള്ള വ്യക്തികൾക്ക് വേണ്ടിയല്ല ഈ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടത്. റാമ്പായാലും ലിഫ്റ്റ് ആണെങ്കിലും മറ്റ് സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുള്ള ഏത് ഉപകരണങ്ങളാണെങ്കിലും അതൊരു സാധാരണ വ്യക്തിയെ കൂടി കണ്ടുകൊണ്ടായിരിക്കണം. ഇപ്പോൾ വിദേശ വികസിത രാജ്യങ്ങളിൽ ഞങ്ങളൊരു മൈക്രോവേവ് ഓവൻ വാങ്ങിയാൽ അതൊരു കാഴ്ച പരിമിതന് കൂടി ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ സർവ്വസാധാരണമായിട്ട് അല്ലെങ്കിൽ ഏറെക്കുറെ ഒരു പൂർണ്ണമായിട്ട് ഇറങ്ങുന്ന ഒരു ഡിവൈസ് എന്ന് പറയാവുന്നത്, എല്ലാം പൂർണ്ണമല്ലെങ്കിലും സ്മാർട്ട് ഫോണാണ്. ആൻഡ്രോയിഡ് ആവട്ടെ, iOS ആവട്ടെ, ഏത് പ്ലാറ്റ്ഫോമിൽ OS-ൽ ഇറങ്ങുന്നതാണെങ്കിലും അത് ഏറെക്കുറെ കാഴ്ച കേൾവി വെല്ലുവിളി നേരിടുന്ന ആളുകളെയും കൂടി ഉൾക്കൊണ്ടു പോകുന്നതാണ്. ആ രൂപത്തിലേക്ക് മറ്റ് ഉപകരണങ്ങൾ എത്തണം. ഉപകരണങ്ങൾ എത്തുക എന്നുള്ളതിലുപരി ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത് ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡിലാണ് ആദ്യം മാറ്റം വരേണ്ടത്. ഇപ്പോൾ റാമ്പും ലിഫ്റ്റും ഉണ്ടാക്കി വെച്ചതുകൊണ്ട് നമ്മുടെ സംസ്ഥാനം ഭിന്നശേഷി സൗഹാർദ്ദമാവില്ല. എല്ലാത്തിനുമുള്ള ഈ സ്പെഷ്യൽ എന്നുള്ളത് ഒഴിവാക്കി ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി അല്ലെങ്കിൽ അവകാശാധിഷ്ഠിത കാഴ്ചപ്പാട് ഓരോ വ്യക്തിയുടെയും മനസ്സിലുണ്ടാവുക. ഇതൊരു
ശാരീരിക ഭിന്നതയാണ്, ഒരു ബയോഡൈവേഴ്സിറ്റിയാണ് എന്നുള്ള രൂപത്തിലേക്ക് ചിന്തിക്കാൻ കഴിയുക. നിലവിൽ അങ്ങനെ വരുന്നില്ല. എല്ലാവരും ഒരു ചാരിറ്റിയാണ്. അയ്യോ പാവം, സിമ്പതി എന്നുള്ളതാണ് പ്രധാനം. സിമ്പതി മാറ്റി ഒരു എമ്പതറ്റിക് മൈൻഡിലേക്ക് ഓരോ വ്യക്തിയും മാറുക. വിദേശ രാജ്യങ്ങളിലോ പോകുമ്പോൾ, എയർപോർട്ട് ആവട്ടെ, എനിവർ, പൊതു ഇടങ്ങളിലെല്ലാം ഒരു വീൽ ചെയർ യൂസറോ ഏത് തരം വെല്ലുവിളി നേരിടുന്ന ആളാണെങ്കിലും അയാളോട് വന്ന് എന്താണ് ചെയ്യുക, വാട്ട് ഷുഡ് ഐ ഡു ഫോർ യു, മേ ഐ സപ്പോർട്ട് യു എന്ന് ചോദിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ആ ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ പൊതുസമൂഹം മാറുമ്പോൾ ഒരു 80% അത് ഭിന്നശേഷി സൗഹാർദ്ദമായി അല്ലെങ്കിൽ അസിസ്റ്റീവായി എന്ന് പറയാം. അസിസ്റ്റീവ് എന്ന് പറയുമ്പോൾ സാങ്കേതിക വിദ്യ മാത്രമല്ല, ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡിലും മാറ്റം വരണം. ഓരോ വ്യക്തിയും വെല്ലുവിളി നേരിടുന്ന ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന വെല്ലുവിളി അദ്ദേഹം അനുഭവിക്കുന്ന ശാരീരികമോ മാനസികമായ വ്യത്യസ്തത കൊണ്ടുള്ളതല്ല, അദ്ദേഹത്തെ കണ്ടുകൊണ്ടല്ലാതെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ പൊതു നിർമ്മിതിയുടെ അവസ്ഥയാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉള്ള ആളാക്കി മാറ്റുന്നത്. അപ്പം അതിൻ്റെ ഉത്തരവാദി ഒരിക്കലും ആ വ്യക്തിയല്ല, സമൂഹം തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങളാണ്. ഈ സംവിധാനങ്ങളിലാണ് കാര്യമായ മാറ്റം വരേണ്ടത്. ഇപ്പോൾ കാഴ്ച, കേൾവി, ചലന പരിമിതിയുള്ള എല്ലാ ആളുകളും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ ഒരു 80-90% വരെയെങ്കിലും അവരുടെ ആ വെല്ലുവിളി അതിജീവിക്കാൻ കഴിയും. ഇന്ന് ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. എനിക്ക് മുമ്പേ സംസാരിച്ച പാനലിസ്റ്റ് സൂചിപ്പിച്ച പോലെ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ നടക്കുന്ന ഗവേഷണങ്ങളിലൊന്നും പ്രതിസന്ധി നേരിടുന്ന ആളുകൾ അല്ലെങ്കിൽ വെല്ലുവിളി നേരിടുന്ന വ്യക്തികളെ ഉൾക്കൊണ്ടുകൊണ്ടല്ല പോകുന്നത്. വീൽ ചെയർ കൊടുക്കണം എന്ന് പറയുമ്പോൾ വീൽ ചെയർ ആണ് വാങ്ങിക്കൊടുക്കുന്നത്. എന്നാൽ ഈ വീൽ ചെയർ യൂസറെ സംബന്ധിച്ചിടത്തോളം ഓരോ യൂസർക്കും വ്യത്യസ്തമായ ഡിസൈനിൽ നിർമ്മിച്ച വീൽ ചെയർ ആണ് വേണ്ടത്. ഹിയറിംഗ് എയ്ഡിൻ്റെ കാര്യം അറിയാം, നമുക്കതിൻ്റെ ഓരോ ആളുകളുടെയും ഓഡിയോളജിസ്റ്റ് പരിശോധിച്ചാൽ കേൾവിയുടെ ഫ്രീക്വൻസി തിട്ടപ്പെടുത്തിയിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ശാരീരിക വെല്ലുവിളി എന്ന് പറയുന്നത്. ഒരേ തരത്തിലുള്ള ലോക്കോമോട്ടർ ഡിസബിലിറ്റി ആണെങ്കിൽ തന്നെ അത് അനുഭവിക്കുന്ന ഓരോ വ്യക്തിയും തന്നെ പോലുള്ള മറ്റൊരു വ്യക്തിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഉപകരണങ്ങൾ ആവശ്യമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഓരോ വ്യക്തിയുടെയും ആവശ്യകത മനസ്സിലാക്കി അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നൊരു സംവിധാനം, പ്രത്യേകിച്ചും ഗവേഷണ രംഗത്ത് ഇപ്പം കേരളത്തിൽ അങ്ങനെ സംവിധാനങ്ങൾ കുറേ ഉണ്ട്, സ്ഥാപനങ്ങളുണ്ട്. സ്ഥാപനങ്ങളെല്ലാം തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് കൃത്രിമ അവയവങ്ങൾ നിർമ്മിക്കുന്ന ഏതാണ്ട് 18ഓളം സ്ഥാപനങ്ങൾ സർക്കാരിൻ്റെ കീഴിൽ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, ആശുപത്രികളെയും ബന്ധപ്പെട്ടുകൊണ്ട്. എന്നാൽ ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പരിമിതികൾ ഉണ്ടാവാം, പ്രയാസങ്ങൾ ഉണ്ടാവാം. കാരണം ഇന്ന് ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ തന്നെയാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്ന തരത്തിലേക്ക് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തി പോകുന്നത്. എന്നാലും ഈ സ്ഥാപനങ്ങളെ കുറെ കൂടി ക്രിയാത്മകമാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ക്ഷേമ കോർപ്പറേഷൻ എനിക്ക് നേരിട്ട് ബോധ്യമുള്ളൊരു സ്ഥാപനം ആയതുകൊണ്ട് പറയുകയാണ്, കഴിഞ്ഞ തവണ ഏതാണ്ട് 1000 കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് സ്മാർട്ട് ഫോൺ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇപ്പോൾ കേൾവി സംസാര വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് സ്മാർട്ട് ഫോൺ ലഭ്യമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇലക്ട്രോണിക്സ് വീൽ ചെയർ ആദ്യമായി തന്നെ ലഭ്യമാക്കിയതും ക്ഷേമ കോർപ്പറേഷൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ. അപ്പം ഒരു മാറ്റം തന്നെയാണ്. ഇതുപോലുള്ള സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ അനുഭവിക്കുന്ന പ്രയാസത്തെ വലിയ തോതിൽ മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ മോഡറേറ്റർ പറഞ്ഞതുപോലെ സമയത്തിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ട് പോകുന്നില്ല. അവസരം വരികയാണെങ്കിൽ മറ്റു കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.